ആ അതെ 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 ആക്ച്വലി ഇത് ഒരേ സമയം ഷൂട്ട് എനിക്കെന്തോ തിയേറ്ററിൽ വരുമ്പോഴേ നമുക്ക് കറക്റ്റ് റിപ്പോർട്ട് പറയാം. ഫീൽ ഗുഡ് മൂവി അല്ലേ? നല്ല താങ്ക് യു. എല്ലാവരും നന്നായി പെർഫോം. പടം എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? പടം ഉണ്ടായിരുന്നു. ഏത് ജോണറിൽ പെടുത്തും? പടം ഗംഭീരമായിട്ടുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മലയാളത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ക്ലാസിക്കായിട്ടുള്ള ഒരു കൃതി വായിച്ചിട്ട് നമ്മളത് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിങ്ങുള്ള ഗംഭീരമായിട്ടുള്ള കഥ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. രഘുനാഥ് പല്ലരി മലയാളികൾക്ക് വളരെ അധികം അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി സ്ക്രിപ്റ്റുകൾ സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. കുറേ കാലം പടങ്ങൾ ചെയ്യാതിരുന്നതിന് ശേഷം പുതിയൊരു തലത്തിലേക്ക് വന്നിട്ട് ഇതിലൊരു സ്ക്രിപ്റ്റ്, ഇതിൻ്റെ നട്ടല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റാണ്. രണ്ടാമത്തെ കാര്യം ഇതിലെ അഭിനേതാക്കൾ ഹക്കിം ഷാ, അതിൽ പ്രിയംവദ, പൂർണിമ ഇന്ദ്രജിത്ത്, എല്ലാവരും അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് എന്താണോ സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ടുള്ളൊരു സാധനം അതിൻ്റെ മുകളിൽ നിന്ന് ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ സെൻസോടുകൂടി തന്നെ ഷാനവാസ് ഈ പടം ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ കഥയുടെ എലമെൻറ്റുമായി ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണ് ശരിക്കും പറഞ്ഞാൽ എൽദോസ് ജോർജിൻ്റെ ക്യാമറ. നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ച എങ്ങനെ കാണുന്നു അതിനെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുന്നൊരു വലിയ പടമാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ ധാരാളം ആളുകൾ കാണുന്നതാണ്. I'm just glad to be a small part of this film. Just to be part of the theme song was the composer. And it has come out well. I hope people watch it in theaters and it becomes a success. Thank you. I hope so. വളരെ നന്നായി. എങ്ങനെ ഏത് ജോണറിൽ പെടുത്താൻ പടം? ഫീൽ ഗുഡ് ഫിലിമാണ്. നന്നായിട്ട്. എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടു കഴിഞ്ഞപ്പോൾ? അതിലെ ഒരു നന്മ എന്താണ് അതിൻ്റെ ഒരു ഓൾ ഓവർ സ്റ്റോറി നന്നായിട്ടുണ്ട്. സിനിമ നന്നായിരുന്നു. മൊത്തത്തിൽ സിനിമ നന്നായിട്ടെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം പല്ലരി സാറിൻ്റെയാണ് കഥ, തിരക്കഥ എല്ലാം. അപ്പോൾ അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഷാനവാസ് നല്ല റെസ്പെക്റ്റഡ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും നന്നായിട്ടുണ്ട്. സിനിമ ചേച്ചി വക്കീം എല്ലാം നന്നായിട്ടുണ്ട്. നമ്മളൊരു ചെറുകഥ വായിച്ച് തീരുന്നൊരു ഫീലാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. മെയിൻലി ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ്സ് ഭയങ്കര ആയിരുന്നു. എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ? ലാസ്റ്റത്തെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്നു. കിട്ടിയില്ലേ? നല്ല പടമായിരുന്നു. എല്ലാവരും ഒക്ടോബർ 4 പടം പോയി കാണണം. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പല്ലവി സാറിൻ്റെ സ്ക്രിപ്റ്റും നല്ലതാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രത്തിൽ? എനിക്ക് ആക്ച്വലി മ്യൂസിക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ ഭാഗം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ആക്കിയുടെ പെർഫോമൻസ് ഇഷ്ടമായി. ഏത് ജോണറിൽ പെടുത്താൻ പറ്റും? ഇതോ പറയാൻ ഞാനാരും അല്ലല്ലോ, എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. ഐ തിങ്ക് ഒരു ചെറിയൊരു ത്രില്ലർ വൈബൊക്കെ പിടിക്കാം. ബട്ട് നല്ലൊരു കഥയുള്ള സിനിമയാണ്. നിങ്ങൾക്ക് കണ്ടല്ലേ? എന്താ തോന്നി? ഏത് ജോണറാണെന്ന് തോന്നിയ? ഞാൻ പറഞ്ഞേക്ക് തന്നെയല്ലേ? ഓക്കെ ഓക്കെ. സോങ് ഇഷ്ടം. വർക്കിയുടെ സോങ് ആണ് ചെയ്തത്. നല്ല സോങ് ആയിരുന്നു വർക്കിയുടെ. എല്ലാം BGMഉം സോങ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണും. ഒക്ടോബർ 4 നല്ല സിനിമയാണ്. പൂർണ്ണിമ ചേച്ചി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ പ്രിയമദ വാസ് റിയലി നൈസ്. സോ കാസ്റ്റ് ഫുൾ ഭയങ്കര അഭിനയം നല്ലതായിരുന്നു. എനിക്കിഷ്ടമായി. ഓക്കെ താങ്ക് യു. പ്രേക്ഷകരോട് ഇരുന്ന് പടം കണ്ടത് വളരെ സന്തോഷം. വളരെ സന്തോഷം. നല്ല എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് വളരെ സന്തോഷം. ഇനി എല്ലാവരും സിനിമാ തിയേറ്ററിൽ വന്ന് ഈ സിനിമ ആസ്വദിക്കുക. നല്ല കണ്ടന്റിനെ നെഞ്ചിലേറ്റിയവരാണ് മലയാളികൾ. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിരിക്കും. നിരാശപ്പെടേണ്ടി വരില്ല. എല്ലാവരും തിയേറ്ററിൽ കുടുംബസമേതം വരിക, കാണുക, ആസ്വദിക്കുക. ഞങ്ങളുടെ ഈ യാത്രയിൽ പങ്കാളിയാവുക. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ എന്താണ് എല്ലാവരും കൂടി
ചെയ്തു വെച്ചൊരു വർക്ക് ഇന്ന് ബിഗ് സ്ക്രീനിൽ കണ്ടു. സോ വളരെയധികം സന്തോഷം. ഫുൾ ടീം ആൻഡ് ഫാമിലിയുടെ കൂടെ കാണാൻ പറ്റിയെന്ന്. ആൻഡ് നിങ്ങളെല്ലാവരും ഒക്ടോബർ 4 തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. രഘുനാഥ് പല്ലേരി സാർ ലെജൻഡറി ആയിട്ടൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് നമുക്ക്. അപ്പോൾ സാർ എഴുതിയ ഒരു പടമാണ് ഷാനവാസ് ഖാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം. ഒരു കൂട്ടം ആൾക്കാർ വളരെയധികം ഹാർഡ് വർക്ക് ഇട്ട് ചെയ്തെടുത്തൊരു മൂവിയാണ്. സോ എല്ലാവരും ഒക്ടോബർ 4 തിയേറ്ററിൽ തന്നെ പോയിട്ട് മൂവിനെ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഈ സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് തോന്നിയത്? ബേസിക്കലി സിനിമ എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ നിന്ന് മെസ്സേജ് ഇല്ല, ഒരു ലവ് ആൻഡ് റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു വാല്യൂ ആൻഡ് എല്ലാവർക്കും റിലേറ്റബിൾ ആയുള്ളൊരു എന്തെങ്കിലും ലൈഫിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ റിലേറ്റബിൾ ആയൊരു മൂവി തന്നെയായിരിക്കും. സോ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ടല്ലോ, സീൻസ് കണ്ട് ഇമോഷണൽ ആയോ? ലൈക്ക് സിനിമ എന്ന് പറയുമ്പോൾ അത്രയധികം ആഗ്രഹിച്ച കാര്യമാണല്ലോ. അപ്പോൾ അതിങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഹായ് ബ്രോ. ഹായ് ഹായ് ഹായ്. പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? വളരെ നല്ല സന്തോഷം. എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വിളിച്ച ക്രൗഡും നമുക്കറിയാവുന്ന ആൾക്കാരുമാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും പടം ഒക്ടോബർ 4 കൊണ്ട് തിയേറ്ററിലെത്തുകയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. പടം കണ്ട് നിങ്ങൾക്ക് പടം കണ്ട് ഇഷ്ടപ്പെട്ടു? ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു ആണോ? അപ്പോൾ നിങ്ങൾ മാക്സിമം സ്പ്രെഡ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഏത് ടൈപ്പ് ഓഫ് ഇത് ഒരു എന്താണ് പറയുക, ലവ് ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു മാജിക്കൽ സർറിയലിസ്റ്റിക് മൂഡിലാണ് ഈ സിനിമ പോകുന്നത്. അങ്ങനെ ഒരു ജോണറിലാണ് പടം കിടക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഫീൽ ഗുഡോടുകൂടി വളരെ വളരെ ക്ഷമയോടുകൂടി എല്ലാം മറന്നിരുന്ന് കാണാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല പല്ലേരി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഭാഗ്യമുണ്ട്. ഷാനവാസ് ഖാൻ്റെ 3ാമത്തെ പടമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഈ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത്. എല്ലാവരും എന്തായാലും ഒക്ടോബർ 4 മുതൽ തിയേറ്ററിലുണ്ടാവും. എല്ലാവരും പോയി കാണുക. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് ഈ സിനിമ? മെസ്സേജ് നല്ല സിനിമ തന്നെ, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അത് തന്നെയാണ് നല്ലൊരു മെസ്സേജ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി. ചെറിയൊരു കമ്പാക്ക് കുറേ ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന ഒരു ചിത്രമാണ്. എക്സൈറ്റഡ് ആണ് സാർ. ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പുതുതലമുറയിലെ ആക്റ്റീവ് അവരൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? പറയാൻ പറ്റുള്ളൂ. താങ്ക് യു.